ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഒമാനിലെ ദക്ലിയ ഗവർണറേറ്റിലെ അൽഹമറയിലേക്കാണ് യാത്ര. അൽഹമറ ഒമാനിലെ വടക്കിഴക്കൻ മേഖലയിലെ 400 വർഷത്തോളം പഴക്കമുള്ള ഒരു പട്ടണമാണ്. അവിടെയാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഹമൂദിന്റെ വീട്. ഈ നാഷണൽ ഡേ ഹോളിഡേയ്സിൽ എവിടെ പോകുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് വളരെ സ്നേഹത്തോടെ അവന്റെ നാടും വീടും കാണാൻ ഞങ്ങളെ ക്ഷണിച്ചത്. രാവിലെ ഏതാണ്ട് 6:45 ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് യാത്ര തിരിച്ചു. അവന്റെ വീടിന് മുൻപായി ഒരു ചെറിയ കാഴ്ച ബംഗ്ലാവ് ഉണ്ട്, ഒരു സൂ ഉണ്ട്. അത് കണ്ടിട്ട് അവനെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മസ്കറ്റ് എക്സ്പ്രസ് വേ ആണ്. പുല്ലുപോലും മുളയ്ക്കാത്ത തരിശുഭൂമിയുടെ നടുവിലൂടെ അതിമനോഹരമായ ഒരു എക്സ്പ്രസ് വേ. ഈ വഴി നേരെ അങ്ങ് പോയാൽ നമുക്ക് ദുബായി ചെല്ലാം. ഏതാണ്ട് 450 കിലോമീറ്ററുകൾക്കപ്പുറം മരുഭൂമിയിലെ പറുദീസയായ ദുബായ്. പക്ഷെ നമുക്ക് പോകേണ്ടത് നിസ്വ റോഡിലാണ്. ഇവിടുന്ന് കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറം നമ്മൾ നിസ്വ റോഡിലേക്ക് എക്സിറ്റ് എടുക്കണം. ഒമാനിന്റെ മുത്തശ്ശി പട്ടണം എന്നാണ് നിസ്വ അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്ററുകൾക്കപ്പുറം നിസ്വ പട്ടണമാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര. അവിടെ നിസ്വ ഫോർട്ട്, നിസ്വ സൂക്ക്, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ നിസ്വ ടൗണിലേക്കൊന്നും പോകില്ല. നിസ്വ റോഡിലൂടെ അൽഹമറയിലേക്ക് പോകും. ഈ നിസ്വ റോഡിൽ നമ്മൾ ഈ കാണുന്ന പോലെ പല നിറത്തിലുള്ള മലനിരകളാണ്. കറുത്ത കോറി വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്ന പോലെയുള്ള മലനിരകൾ, ചുവന്ന മണ്ണിന്റെ മലകൾ, ചിതൽപൊറ്റു പോലെയുള്ള മലകൾ, അങ്ങനെ വൈവിധ്യമാർന്നൊരു ഭൂമേഖലയാണ് നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒമാന്റെ പല പ്രദേശങ്ങളും കടലിനടിയിലായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് തെളിവുകൾ ജിയോളജിസ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഫോസിലുകൾ, ചുണ്ണാമ്പ് ശേഖരങ്ങൾ, അങ്ങനെ ഭൗമശാസ്ത്രമായ ഒരുപാട് തെളിവുകൾ. ഇതിങ്ങനെ കണ്ടു പോകുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷമാണ്. വലിയ പച്ചപ്പൊന്നും ഇല്ലെങ്കിലും ഈ മണ്ണിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. വൈകുന്നേരങ്ങളിൽ സായാഹ്ന സൂര്യന്റെ സ്വർണ്ണവർണ്ണങ്ങൾ കൂടി ഇടകലർന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പോകുന്ന അൽഹമറയിലേക്കാണ്. അവിടെ ഒരു ചെറിയ കാഴ്ച ബംഗ്ലാവാണ്. ചെറുതാണ്, ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല. അതിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ തീം പാർക്കും കുട്ടികൾക്ക് ഗെയിം കളിക്കാനായിട്ട് ഒരു കിഡ്സ് പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവിടേക്കാണ് ആദ്യം പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ചായ കുടിക്കാൻ നിർത്തി. ചായ കുടിച്ചൊന്ന് ഫ്രഷായി വീണ്ടും യാത്ര തുടങ്ങി. ഇനി ഇവിടുന്ന് ഏകദേശം 45 മിനിറ്റ് കൂടിയേ ഉള്ളൂ ഈ ഹമറയ്ക്ക്. കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റൻകിളേ കോതാമൂരി പാട്ടും പാടി പോയാലോചിച്ചിട്ട് അങ്ങോട്ട് നേരെ. അങ്ങനെ 2.5 മണിക്കൂർ വണ്ടി ഓടിച്ച് അൽ നസീം പാർക്കിലെത്തി. മലയാളികളാണ് ടിക്കറ്റ് കൗണ്ടറിലുള്ളത്. 1 റിയാലാണ് സൂവിലേക്ക് മാത്രമാണെങ്കിൽ എൻട്രി ഫീസ്. വാട്ടർ തീം പാർക്കും കിഡ്സ് പ്ലേ സ്റ്റേഷനും സൂവും എല്ലാം കൂടിയാണെങ്കിൽ 6 റിയാലാണ് ചാർജ്. ഞങ്ങൾ ഏതായാലും സൂവിലേക്ക് മാത്രം ആദ്യം എൻട്രി എടുത്തു. കിഡ്സ് പ്ലേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് പിന്നീട് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കാഴ്ച ബംഗ്ലാവിൻ്റെ അകത്തേക്ക് കടന്നു. നിങ്ങളെങ്ങടാന്ന് വെച്ചപ്പോ ഒറിജിനൽ പാമ്പത് എവിടെ ആമ്പൂർ ജില്ലയുടെ താഴെ കിടക്കണ്. അയ്യോ, ഇതാ ഇവിടെ ഇങ്ങനെ കാഴ്ചകളാക്കി കയറി ചെല്ലുന്നിടത്ത് തന്നെ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് ഒരു പാമ്പിനെ നിലത്തെടുത്ത് കിടത്തിയിട്ടുണ്ട്.
അതിനെ തൊട്ടും തലോടിയും ചവിട്ടിയൊക്കെ ആളുകൾ നോക്കുന്നുണ്ട്. ചില പിള്ളേർ അതിനെ ചവിട്ടി നോക്കുന്നുണ്ട്. ഇതെന്ത് പാമ്പാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഇവിടെ എവിടെയും ഇതിനെ കുറിച്ചൊന്നും എഴുതി വെച്ചിട്ടില്ല. ആ ഭാഗത്ത് തുടരുത്, അതിങ്ങോട്ട് തിരിഞ്ഞ് ഇതിനെ കടിച്ചാല. തൊട്ടോളെ ഇല്ല മോളെ തൊട്ടോ കുട്ടികൾ പാമ്പിനെ ചവിട്ടുന്നത് കണ്ടിട്ടാവണം അതിനെ തറയിൽ നിന്നെടുത്ത് ഒരു ടേബിളിൽ കിടത്തി. ഞങ്ങൾ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാൻ നടന്നു. ഞങ്ങളുടെ നടക്കുന്നതിൻ്റെ 2 വശങ്ങളിലുമായിട്ട് മയില്, കഴുകൻ, കുരങ്ങൻ, അങ്ങനെ ഒരുപാട് ജീവികളെ കൂട്ടിലിട്ടിട്ടുണ്ട്. എല്ലാത്തിനെയൊന്നും പകർത്താൻ എനിക്ക് സാധിച്ചില്ല. പലതും എടുത്തത് വൃത്തിയായിട്ടുമില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഏതായാലും നല്ല വൃത്തിയും മനോഹരവുമായിട്ടാണ് അവർ ആ സൂ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല പെയിൻറ്റിങ്ങൾ, കാർട്ടൂൺ പ്രതിമകൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് അടുക്കും ചുറ്റോടുകൂടി സംരക്ഷിക്കുന്നുണ്ട്. ഈഗിള് പരുന്ത് ഈഗിൾ. ആ കാണുന്നതാണ് വാട്ടർ തീം പാർക്കിൻ്റെ എൻട്രി. കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മുതലയെ കാണാം. അവിടെ വേറൊരു മുതലയും കൂടി ജോയിൻ ചെയ്യുന്നു. വാട്ടർ തീം പാർക്കിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അതിലേക്ക് നമ്മൾ പാസ് എടുത്തിട്ടില്ല. ഒരുപാട് ആളുകളൊന്നുമില്ല, വളരെ കുറച്ച് പേരെ വാട്ടർ തീം പാർക്കിൽ കാണുന്നുള്ളൂ. മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ടാങ്ക് കാണാം. അതിലൊരുപാട് ഡക്കുകൾ ഇട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നല്ല വൃത്തിയും മനോഹരമായി സംരക്ഷിക്കുന്നുണ്ട്.
ഗോൾഡ് ഫിഷ് ആണ്, ഗോൾഡ് ഫിഷ്. പല മൃഗങ്ങളെയും കൂടുകളിൽ നിന്ന് നമുക്ക് എനിക്ക് വൃത്തിയായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ മെയിനാണ് കങ്കാരു. കങ്കാരു ഉണ്ടെന്ന് എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഏനും സിംഹവുമാണ് ആ കാണുന്നത്. കടുവയും ഇവിടെ തന്നെയുണ്ട്. സൂ ഇങ്ങനെ നടന്നു കണ്ടതിന് ശേഷം ഞങ്ങൾ കിഡ്സ് പ്ലേ സ്റ്റേഷനിൽ കയറി. കിഡ്സ് പ്ലേ സ്റ്റേഷനിൽ നമ്മൾ 200 പൈസയുടെ ഒരു കാർഡ് എടുക്കണം. അതിനുശേഷം ഓരോ ഗെയിമിനും സെപ്പറേറ്റ് ചാർജാണ്. അപ്പം നമ്മൾ ആ 2 റിയാലിന് ആ കാർഡ് റീചാർജ് ചെയ്ത് ഈ പ്ലേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി. വലിയ തിരക്കൊന്നുമില്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പ്ലേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ദേ ഇവിടെയായിട്ട് ഒരു 8D മിറർ മാജിക് ഉണ്ട്. മിററുകളുടെ ഒരു അത്ഭുതം. ഈ കാണുന്നത് ഒരു കടുവക്കുട്ടിയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഹമൂദിൻ്റെ ഫാം ഹൗസിലേക്ക് തിരിച്ചു. ഇതാണ് ഹമൂദിൻ്റെ കൃഷിയിടങ്ങൾ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.